ഇങ്ങനെയൊരു സംഭവം ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതിനു മുന്നേ? രാവിലെ എപ്പോഴോ ഈയാമ്പാറ്റ പൊടിഞ്ഞ്, ഈയാമ്പാറ്റ എന്ന് പറഞ്ഞാൽ ഈയൽ എന്നൊക്കെ പറയും ഞങ്ങളുടെ നാട്ടിൽ. അത് പൊടിഞ്ഞാന്ന് തോന്നുന്നുണ്ട്. എപ്പോഴാണ് പൊടിഞ്ഞതെന്ന് അറിയില്ല. രാത്രിയാണെങ്കിൽ ഉറുമ്പുകൾ കൂടിയിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഒരു 5 മണിയൊക്കെ ആയപ്പോൾ പൊടിഞ്ഞിട്ടുണ്ടാവും. മുറ്റം നിറയെ ഈയാമ്പാറ്റയായിരുന്നു. പിന്നെ ഇങ്ങനെയൊരു കൂന. ഈ ഒരു കൂന എന്ന് പറഞ്ഞാൽ ഈ കോഴികൾ മാന്തിയിട്ടായത് ഇളകിയത് കേട്ടോ. അതിന് മുന്നേ ആ ഈയാമ്പാറ്റയുടെ ഈ തൂവലുകളുണ്ട് എന്നല്ലാതെ, തൂവലല്ല സോറി, ഇത് ചിറകുകളുണ്ട് എന്നല്ലാതെ വേറൊന്നും മനസ്സിലാവില്ല. അവർ ഒറ്റ പിടിച്ചിട്ട് കട്ടിയായിട്ടാണ് ഇരുന്നിരുന്നത്. നല്ല വൃത്തിക്ക് ഷേപ്പിൽ അടുങ്ങിയിരുന്നിരുന്നു. എനിക്ക് തോന്നുന്നു മണ്ണിനടിയിലേക്ക് തിരിച്ചു പോകാൻ പറ്റാതെ തിണ്ടത്ത് വീണതൊക്കെ കൂടി എങ്ങനെയും കയറിപ്പോകാൻ പറ്റുമോ എന്നറിയാൻ ഒറ്റ പിടിച്ച് കൂടി നോക്കിയതാണെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും കോഴിക്ക് നല്ല കുശാലായിരുന്നു. കോഴിയും താറാവും വയറ് നിറച്ച് തിന്നു. നന്നായിട്ട് ഉച്ച വരെ കഴിക്കാനുള്ള ഫുഡ് ഉണ്ടായിരുന്നു അവർക്ക്. മറ്റേ ഒരു ഇക്ക പറയാറില്ലേ ചിതൽ ബിരിയാണി എന്ന്, അതേപോലെ തന്നെ ഇതിന്ന് ഈയാമ്പാറ്റയുടെ ബിരിയാണിയായി കോഴിക്ക്. സൂപ്പറായിരുന്നു. എന്തായാലും കോഴികൾ ആർമാദിച്ച് തിന്നു. അതായത് ഇങ്ങനെയാണ് കേട്ടോ ഈ സംഭവം. നന്നായിട്ട് സൂക്ഷിച്ച് നോക്കിയാൽ മാത്രമേ ഇത് ഈ സാധനമാണെന്നറിയൂ. ആദ്യം ഇങ്ങനെ ഇളകിയിട്ടുണ്ടായിരുന്നില്ല. കോഴികൾ കൊത്തിയോണ്ട് മാത്രമാണ് ഇവറ്റകൾ ഇങ്ങനെ ഇളകിയത്. അതിനു മുന്നേ ഒരെണ്ണം പോലും അനങ്ങാതെ ഒറ്റ പിടിച്ച് അനങ്ങാതെ ഇരിക്കുകയായിരുന്നു കേട്ടോ.